എറണാകുളം കൂത്താട്ടുകുളം കാക്കൂരിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടത്തിൽ 25 പേർക്ക് പരിക്ക്. വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂട്ടർ യാത്രികയെ രക്ഷിക്കാൻ ഡ്രൈവർ ബസ് വെട്ടിച്ചതാണ് അപകട കാരണം. മണിയോട് കൂടിയാണ് അപകടമുണ്ടായത് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ IOCയുടെ പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പിൻ്റെ ചേർന്നുള്ള സ്ഥലത്ത് എതിരെ വന്നൊരു സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ഡ്രൈവർ വെട്ടിച്ചതാണെന്നാണ് കേട്ടത്. എന്തുതന്നെയാണെങ്കിലും വലിയൊരു അപകടം ഒഴിവായത്. അവിടെ നല്ല ബലമുള്ള ഒരു ബോർഡായിരുന്നു IOCയിൽ വെച്ചിരുന്നത്. ആ ബോർഡിലിടിച്ച് വാഹനം വട്ടം മറിഞ്ഞ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ധാരാളം ആളുകൾക്ക് പരിക്കുണ്ട്. ദേവമാതായിലുള്ള ആളുകളുടെയൊക്കെ ഒടിവ്, ചതവ് അങ്ങനെയുള്ള പരിക്കുകളേ ഉള്ളൂ. വലിയ ഗുരുതര പരിക്കില്ല. പക്ഷേ കുറച്ച് ആളുകളെ പിറവ സൈഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൽ ചെന്ന ആളുകളുടെ സ്ഥിതി വിവരങ്ങൾ അറിയില്ല. എന്നാലും ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ചേരുന്നുണ്ട് കൊച്ചിയിൽ. നമ്മളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു വളരെ വലിയൊരു അപകടം. ഏതായാലും ഒരു യാത്രികയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ അപകടമുണ്ടായത്. ഒരുപക്ഷെ ആ സൈഡിൽ ആ വലിയ പോസ്റ്റില്ലായിരുന്നുവെങ്കിൽ അപകടം ഇതിനേക്കാൾ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത. ഏതായാലും ഇപ്പോൾ ഈ പരിക്കേറ്റ 25 പേരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ആരുടെയെങ്കിലും പരിക്ക് ഗുരുതരമാണോ? സിജു, തീർച്ചയായും ഇതൊരു വലിയ അപകടം തന്നെയാണ്. കൂത്താട്ടുകുളം നടക്കാവ് ഭാഗത്തവിടെ കാക്കൂർ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപമാണ് രാവിലെ 10:30 ഈ ഒരു അപകടം നടക്കുന്നത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും അപകടത്തിന്റെ വ്യാപ്തി വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതായത് പിറവം ഭാഗത്തു നിന്നും ഒരു കല്യാണ പാർട്ടിക്ക് വേണ്ടി പോകുന്ന ബസ്സായിരുന്നു. പിറവത്ത് നിന്നും കൂത്താട്ടുകുളത്തേക്കായിരുന്നു ഈ ബസ് സഞ്ചരിച്ചത്. ഈ ബസ് സഞ്ചരിക്കുമ്പോൾ അതിന് തൊട്ട് മുന്നിലായി ഒരു സ്കൂട്ടർ കൂടി ഉണ്ടായിരുന്നു. ഈ സ്കൂട്ടർ യാത്രിക വലതുവശത്തുള്ള പെട്രോൾ പമ്പിൽ ഈ സ്കൂട്ടർ തിരിക്കുകയായിരുന്നു. അതേസമയം തന്നെ പുറകിൽ ഈ ബസ് അമിത വേഗതയിൽ കൂടിയായിരുന്നു. ആ അമിത വേഗതയിൽ വന്ന ബസ് ഈ സ്കൂട്ടർ യാത്രികയെ രക്ഷിക്കാൻ വേണ്ടി വെട്ടിക്കുകയായിരുന്നു. ആ സമയത്ത് അതിൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്നു. അതിനുശേഷം ഈ പെട്രോൾ പമ്പിലേക്ക്, അല്ലെങ്കിൽ പെട്രോൾ പമ്പിൻ്റെ തൊട്ട് മുൻവശത്തുള്ള ആ ഒരു തൂണിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. ഈ ബസ് ഇടിച്ച് ഉടൻ തന്നെ അത് മറിഞ്ഞിരുന്നു. അതേസമയം തന്നെ അവിടെ മറ്റൊരു അപകടം കൂടി ഉണ്ടായിരുന്നു. അതായത് ആ ഒരു CCTV ദൃശ്യത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ബസ് തൂണിലിടിച്ച് മറിയുന്ന സാഹചര്യത്തിൽ തൊട്ട് സമീപമായി മറ്റൊരു സ്കൂട്ടർ യാത്രികൻ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം തലനാരിഴക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് തന്നെ ദൃശ്യങ്ങളിൽ കാണാതെ അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെയാണ്. അദ്ദേഹം ആ സ്കൂട്ടർ യാത്രികനും അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്. വാഹനം മറിഞ്ഞ് അദ്ദേഹം ആ സ്കൂട്ടറിന് അരികിലാണ് പതിക്കുന്നത്. പക്ഷേ അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. ഏതായാലും വലിയൊരു അപകടം, ഇതിനേക്കാൾ വലിയൊരു അപകടത്തിനായുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ്. സമീപത്തുണ്ടായിരുന്ന ആൾ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. അമൽനാഥ്, തുടരാം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് 25 പേരാണ്. ഇതിൽ പലർക്കും സാരമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു അപകടം നടന്ന ഉടൻ തന്നെ ഈ ബസ്സിന്റെ മുൻവശത്തെ ആ ചില്ല് അത് പൂർണ്ണമായും തകർന്നിരുന്നു. ബസ് ഡ്രൈവർ ഉൾപ്പെടെ ഉള്ളവർ അതുവഴി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ തന്നെയും അപകട സമയം തന്നെ അവിടെ ഓടിയെത്തി. ഈ ബസ്സിന്റെ മുൻവശം അതോടൊപ്പം തന്നെ പിൻവശം വഴിയൊക്കെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 25ഓളം പേർ അതിനകത്തുണ്ടായിരുന്നു. വയോധികർ അടക്കമുണ്ടായിരുന്നു. ഇവരെ ഉടൻ തന്നെ ആ ബസ്സിൽ നിന്നും പുറത്ത് എത്തിക്കുകയായിരുന്നു. പലർക്കും തലക്ക് സാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ 25 പേരെയും നിലവിൽ ഇപ്പോൾ വിവിധ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് കൂത്താട്ടുകുളം ദേവമാത ആശുപത്രിയിലും അതോടൊപ്പം തന്നെ മോനിപ്പള്ളി MUM ആശുപത്രിയിലേക്കുമാണ് ഇവരെയൊക്കെ തന്നെയും മാറ്റിയിരിക്കുന്നത്. വലിയ രീതിയിൽ, അല്ലെങ്കിൽ വലിയൊരു അപകടം തന്നെയായിരുന്നു. പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെ അവിടെ നാട്ടുകാർക്കും ഒപ്പം തന്നെ പോലീസിനുമൊക്കെ തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ ആശ്വാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സിജു ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പോസ്റ്റിൽ, അതായത് ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ ബോർഡ് വെച്ചിട്ടുള്ള ആ പോസ്റ്റിൽ ആ ബസ് ഇടിച്ചില്ലെങ്കിൽ അത് മറ്റു വലിയ രീതിയിൽ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുമായിരുന്നു. ഒരു പക്ഷേ ആ ഒരു പെട്രോൾ പമ്പിൻ്റെ അകത്തേക്ക് ഈ ബസ് ഇടിച്ച് കയറുമായിരുന്നു. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് കൂടുതൽ പേരുണ്ടായിരുന്നു. അതായത് ഈ പെട്രോൾ അടിക്കുവാനും മറ്റുമായി വന്ന വാഹനത്തിലുള്ളവർ, ഒപ്പം തന്നെ ജീവനക്കാർ ഉൾപ്പെടെ ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അവരിലേക്ക് ഈ ബസ് ഇടിച്ചു കയറുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയ രീതിയിൽ, അല്ലെങ്കിൽ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് റോഡിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും വലിയ രീതിയിൽ ആളുണ്ടായിരുന്നില്ല എന്നതും വലിയ ആശ്വാസമാണ്. ഓണം കഴിഞ്ഞുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ റോഡിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. ഈ ബസ്സും ആ സ്കൂട്ടർ യാത്രക്കാരും അതോടൊപ്പം തന്നെ മറ്റു ചിലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഈ ബസ് അപകടം നടന്ന സമയത്ത് വലിയ രീതിയിൽ മറ്റപകടങ്ങളിലേക്ക് ഇത് കൊണ്ടെത്തിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ തലനാരിഴക്ക് ഒരു സ്കൂട്ടർ യാത്രികൻ അവിടെ രക്ഷപ്പെടുന്നതും കാണാൻ വേണ്ടി സാധിച്ചു. എന്തു തന്നെയായാലും അപകടം വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ്. പലർക്കും സാരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരുടെയും തലക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ അപകടം അല്ലെങ്കിൽ സാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. എല്ലാവരും നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി അമൽനാഥ് പഠിച്ചാലാണ് എറണാകുളം കൂത്താട്ടുകുളത്ത് നടന്ന വാഹന അപകടത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. 25 പേർക്കാണ് വാഹന അപകടത്തിൽ ടൂറിസ്റ്റ് ബസ്സാണ് മറിഞ്ഞത്. സ്കൂട്ടർ യാത്രികരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ വാഹനം മറിയുക. സമീപത്തുണ്ടായിരുന്ന ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. അമൽനാഥ് പഠിച്ചാലാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.